ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.2ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസറാണ് ഇതിൻ്റേത്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, വെരി വെരി സിമ്പിളാണ്. നിങ്ങൾ ചെയ്യാതെ പഠിക്കാതെ പോയാൽ ഇത് ടഫായിരിക്കും, പക്ഷേ ആക്ച്വലി വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് 3 + 2√5 3 + 2√5 ഈസ് ഇറേഷണൽ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഇറേഷണൽ ആണെന്ന് അങ്ങോട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ വെരി വെരി സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമുക്ക് ഓൾറെഡി ഈ √5 ഇറേഷണൽ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ √5ന് ഒരു ഭാഗത്ത് കൊണ്ടുവരിക, ബാക്കിയുള്ള നമ്പേഴ്സിന് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് കേട്ടോ. ഇതിൻ്റെ കീ പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺട്രഡിക്ഷൻ ആയിട്ട് എന്തെടുക്കാം? എസ്യൂം എന്താണ് എസ്യൂം ചെയ്യാൻ പറ്റുക? എസ്യൂം ദാറ്റ് 3 + 2√5 ഈസ് എ 3 + 2√5 ഈസ് എ എന്തായിട്ട് എസ്യൂം ചെയ്യുക? കോൺട്രഡിക്ഷൻ ആകുമ്പോൾ ഇറേഷണൽ ആണോ? അല്ല, റേഷണൽ നമ്പർ. അപ്പോൾ നമ്മളിത് കോൺട്രഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ എടുത്തു. ഇത് റേഷണൽ നമ്പറാണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റേഷണൽ നമ്പറാണ്, നമുക്ക് എന്ത് എഴുതാം? 3 + 2√5 ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതിക്കൂടെ അല്ലേ? കാരണം ഏതൊരു റേഷണൽ നമ്പർ a/b ഫോമിലാണ്. ഇവിടെ ബ്രാക്കറ്റിൽ പ്രത്യേകത എന്താണ്? a ആൻഡ് b ആർ കോപ്രൈം. ഓക്കെ, കോപ്രൈം അല്ലെങ്കിൽ എന്താണ്? HCF ഓഫ് a ആൻഡ് b ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല എന്നർത്ഥം. ഇത് നമുക്ക് എന്ത് എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾക്ക് a/b എന്ന് എഴുതാം, അല്ലെ p/q എന്ന് എഴുതാം. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് എഴുതാം? നൗ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2√5നെ അവിടെ തന്നെ വെക്കുക. √5നെ ആക്ച്വലി വെക്കേണ്ടത്, അതിന് പകരം ഫസ്റ്റ് നമുക്ക് 2√5നെ അവിടെ വെക്കുക. 2√5 ഈസ് ഈക്വൽ ടു a/b. ഈ +3 എന്താവും? റൈറ്റിലോട്ട് പോകുമ്പോൾ -3 ആവും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? -3 അങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് 2√5 ഈസ് ഈക്വൽ ടു, ഇവിടെ ഒന്നുമില്ലല്ലോ, അപ്പോൾ ഇവിടെ ഒരു 1 എടുക്കാം, കാരണം ഓപ്പറേഷൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a × 1 = 1a -3 × b = 3b. എല്ലാവർക്കും അറിയില്ല എങ്ങനെ ചെയ്യാൻ? ഡിവൈഡ് ബൈ b × 1 ഈസ് ഈക്വൽ ടു b. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? a × 1 a, 3 × b b3 അല്ല 3b, b × 1 1b മീൻസ് b. ഓക്കെ, ഇത് നമുക്ക് ഈ 2നെ എന്ത് ചെയ്യാം? 2നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തുകൂടാ അല്ലേ? √5നെ അവിടെ ഒറ്റക്കാക്കേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. √5 ഈസ് ഈക്വൽ ടു a - 3b / 2b. ഈ 2 എവിടുന്ന് വന്നതെന്നറിയില്ലേ? 2 ഇവിടെ ആയിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമുക്ക് എന്താ സംഭവം കിട്ടിയെന്ന് അറിയാം നിങ്ങൾക്ക്? ഇവിടെ സംഭവം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ LHS നോക്കിയേ. LHS എന്ന് പറയുന്നത് എന്താണ്? √5 ആണ് അല്ലേ? RHS എന്ന് പറയുന്നത് a - 3/2 ആണ്. ഈ √5 എന്ന് പറയുന്നത് ആരാണ്? ഇറേഷണൽ നമ്പറാണ് അല്ലേ? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ. ഇറേഷണൽ. ഈ സംഗതി എന്താണ്? റേഷണൽ നമ്പറാണ്. ഒരു ഇറേഷണൽ നമ്പർ എപ്പോഴെങ്കിലും റേഷണൽ നമ്പറിന് ഈക്വൽ ആവുമോ? ഒരിക്കലും ആവില്ല. ഇറേഷണൽ നമ്പർ ഈസ് നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മളിവിടെ ആദ്യം എന്താണ് എടുത്തത്? 3 + 2√5 ഈസ് എ റേഷണൽ നമ്പർ എന്നൊരു അസംഷൻ എടുത്തു. ആ അസംഷൻ തെറ്റായത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നത്. അതുകൊണ്ട് എന്താണ്? ആ അസംഷൻ തെറ്റാണ്, ഇത് റേഷണൽ നമ്പർ അല്ല. ആരാണ്? ഇറേഷണൽ നമ്പർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു അല്ലേ? നമുക്കിതിനൊന്ന് ഫോർമലായിട്ടൊന്ന് എഴുതി കൊടുക്കാം. എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എഴുതുക? അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്, സിൻസ് LHS ഓഫ് ദ ഇക്വേഷൻ
since LHS of the equation is an irrational number, whereas RHS of the equation, നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ലാംഗ്വേജിലും എഴുതിയാൽ മതി കേട്ടോ. whereas RHS of the equation is a rational number. Okay, so this contradict our assumption. Okay, thus നമുക്ക് എന്താ പറയാം, thus 3 plus 2 root 5 is an irrational number. Okay, വളരെ സിമ്പിൾ അല്ലേ? എന്തെങ്കിലും നമ്മൾ ചെയ്തോ? ഒന്നും ചെയ്തില്ല. നമ്മൾ ആകെ ചെയ്ത് ഇതിനെ നമ്മൾ ചില്ലറ കാര്യം നമുക്ക് അറിയേണ്ടുള്ളൂ. ഒന്ന് ഇതിനെ ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുക്കുക. ആദ്യം ഇത് റേഷണൽ ആണെന്ന് എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ റൂട്ട് 5 ഒറ്റക്കാക്കുക ഓപ്പറേഷൻ ചെയ്തിട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇറേഷണലും റൈറ്റ് സൈഡിൽ റേഷണലും വരും. അപ്പോൾ റേഷണൽ ഈസ് നോട്ട് ഈക്വൽ ടു ഇറേഷണൽ. അതുകൊണ്ട് എന്താണ്, അവർ അസംഷൻ തെറ്റാണ്. അപ്പോൾ ഇത് റേഷണൽ നമ്പറാണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ.